കഴിഞ്ഞ ദിവസം നമ്മൾ താമസിച്ചത് TSRൻ്റെ ക്യാമ്പിലാണ് കേട്ടോ. ത്രിപുര സ്റ്റേറ്റ് റൈഫിൾസ് എന്ന് പറയും. അവിടെ ഒരു മലയാളി ഉണ്ട് കേട്ടോ. മൂപ്പരാണ് നമുക്ക് സെറ്റാക്കി തന്നെ കേട്ടോ. അങ്ങനെ ആ പുള്ളീൻ്റെ ഒപ്പം ഫുഡ് കാര്യങ്ങൾ കഴിച്ച് ഇറങ്ങി കേട്ടോ. കാരണം എൻ്റെ സൈക്കിളിൻ്റെ ടയർ പഞ്ചറായി. കഴിഞ്ഞ ദിവസം നമ്മൾ 3 പഞ്ചർ ഒട്ടിച്ചേണ്ട. ടയർ ആകെ സീനായി കിടക്കുകയാണ്, മാറ്റാറായിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു കടയിൽ വന്ന് ഒട്ടിച്ചേട്ടാ. ഇനിയിപ്പോൾ അടുത്ത ടയറും കാര്യങ്ങളും കിട്ടിയിട്ട് വേണം മാറ്റാൻ. അങ്ങനെ ഒരു കണക്കിന് അവിടെ നമ്മൾ ഇറങ്ങി നേരെ ക്യാമ്പിൽ വന്നിട്ടാണ്. നമ്മുടെ സാധനങ്ങൾ കാര്യങ്ങളൊക്കെ എടുക്കാണ്ടായിരുന്നു. അപ്പോഴാണ് അവരെന്നോട് പറഞ്ഞത് അവൻ്റെ ക്യാമ്പിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുവാന്ന്. പിന്നെന്താ, അങ്ങനെ നമ്മൾ ക്യാമ്പിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാ. ഇത് ഇവൻ്റെ കിച്ചണും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഉച്ചക്കത്തുള്ള ഭക്ഷണത്തിൻ്റെ കാര്യങ്ങളെല്ലാം സെറ്റായിക്കൊണ്ടിരിക്കുന്നതാണ് അവർ. ഈ കാണുന്നത് ഇവൻ്റെ ഡൈനിങ് സ്പേസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊരു വലിയൊരു ക്യാമ്പാണ്, വലിയൊരു ഹെഡ് ക്വാർട്ടറാണ് കേട്ടോ. അവിടെ ഒരുപാട് ഭക്ഷണ ഐറ്റംസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അവരുടെ വണ്ടികളൊക്കെ നിരന്നിറക്കണതാണ് അടിപൊളിയല്ലേ. അങ്ങനെ നമ്മൾ ആ ഒരു മലയാളിനോടൊക്കെ യാത്ര തന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട്. ആളുടെ പേര് സന്തോഷ് എന്നാണ്. നമ്മളങ്ങനെ നേരെ അമർപൂരിലേക്കാണ് കേട്ടോ പോകുന്നത്. തള്ളിക്കൊണ്ടാണ് പോകുന്നത്, കാരണം എൻ്റെ സൈക്കിളിൻ്റെ ടയർ സീനാണ് കേട്ടോ. അങ്ങനെ പോകണമെങ്കിൽ ഒരു പയ്യനെ കണ്ടുകൂട്ടി. അവൻ കോളേജിലേക്ക് പോകണമെങ്കിൽ നമ്മളെ കണ്ടതാണ് കേട്ടോ. അങ്ങനെ അവനോടൊക്കെ യാത്ര നിന്ന് അത്യാവശ്യം നെൽകൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അടിപൊളിയല്ലേ കാണാൻ വേണ്ടി. അങ്ങനെ അതിൻ്റെ വീഡിയോ ഒക്കെ എടുത്തിട്ടുന്ന ടൈമിലാണ് ഒരു പുള്ളീനെ കണ്ടുകൂട്ടി കേട്ടോ. അങ്ങനെ പുള്ളിയൊക്കെ ഇട്ട് നല്ല രീതിയിൽ കമ്പനിയായി. അപ്പോഴത്തേക്കും ഒരു ഓട്ടോയിൽ കുറേ സ്കൂൾ കുട്ടികളൊക്കെ പോകണ്ട കേട്ടോ. അങ്ങനെ നമ്മൾ നേരെ ഒമർപൂരിലെത്തി. അപ്പോഴത്തേക്കും നമ്മുടെ ആ ഒരു ബയ്യനെ കണ്ടുകൂട്ടി കേട്ടോ. പുള്ളി എന്നെ വിളിച്ച് ഫുഡ് കഴിക്കാൻ കൊണ്ടുപോയിട്ടാ. അത് കഴിഞ്ഞപ്പോൾ ഞാൻ നല്ല രീതിയിൽ ടയേർഡാന്ന് പറഞ്ഞാൽ പുള്ളി എനിക്ക് താമസിക്കാൻ സൗകര്യവും കാര്യങ്ങളൊക്കെ റെഡിയാക്കി തന്നിട്ടാ. ഇവിടെ അടുത്തൊരു STM ഓഫീസ് ഉണ്ട്, അവരൊക്കെ ആയിട്ട് നമ്മൾ സംസാരിച്ചിട്ടാ. അപ്പോൾ അവരുടെ ഗവൺമെൻറ്റിൻ്റെ ഒരു റെസ്റ്റ് ഹൗസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ നമുക്ക് താമസവും കാര്യങ്ങളൊക്കെ സെറ്റാക്കി തന്നിട്ടാ. മൂപ്പര് അടിപൊളി മനുഷ്യനാട്ടോ. ഒരുപാട് ഹെൽപ്പ് ചെയ്ത് നമ്മളാ.